ഹലോ ഗായ്സ്, അപ്പം ഇത് പൊതിച്ചോറാണ് ഗായ്സ്. നമുക്ക് പൊതിച്ചോറാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് ഇന്ന് വെറൈറ്റി ആയിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പൊതിച്ചോറ് അൺബോക്സ് ചെയ്യാം ഗായ്സ്. ആ പൊതിച്ചോറിനകത്ത് നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാഴയിലാണ്. ആ വാഴയിലൊക്കെ തുറക്കുമ്പോഴൊരു മണമുണ്ട് ഗായ്സ്. എൻ്റെ മക്കളെ സൂപ്പർ തന്നെ, സൂപ്പർ ഒന്നും പറയാനില്ല. ആ പൊതിച്ചോറിങ്ങനെ ഗൈസ്, ആ പൊതിയിൽ ആ വാഴയില ഇങ്ങോട്ട് നീക്കുമ്പം ആ വാട്ടയിലൊരു മണം ഉണ്ടല്ലോ, അൺസേക്കബിൾ. നമുക്കിന്ന് കഴിക്കാനായിട്ട് ചോറും പിന്നെ നല്ല കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും, എനിക്കെല്ലാം ഇങ്ങനെ നടുക്ക് വെക്കണം, എന്നാൽ അതിലൊക്കെ ആ ഒരു നീരിങ്ങനെ ചോറ് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചോറും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മുടെ ഉപ്പും മുളകൊക്കെ ഇട്ട് ആ മുളക് നനച്ചതും, പുളിയുണ്ട് ഗൈസ്, പുളി അതാണ് ഹൈലൈറ്റ്. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും മത്തിയാണ്. പിന്നെ നമുക്ക് മറ്റയുടെ കുഞ്ഞായ മീൻമുട്ട എല്ലാം ഉണ്ട്. നമുക്ക് ചോറിലോട്ട് കുറച്ച് ആ മുളക് നനച്ചതും പിന്നെ ആ ഒരു മുട്ട പൊരിച്ചതും മാങ്ങ അച്ചാറും മത്തി പൊരിച്ചതും മത്തിയുടെ മുട്ടയും പിന്നെ ആ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചിട്ടൊരു ഞെഴുക്കി നല്ലപോലെ കുഴച്ചിട്ടങ്ങ് പിടിയങ്ങ് പിടിക്കുക ഗൈസ്. ഇതിലും വലിയ വേറെ എവിടെ മന്തിയോ ബിരിയാണിക്കോ വരുമോ ഈ ടേസ്റ്റ്? ഇല്ല. ഇതാണ് മക്കളെ സ്വർഗ്ഗമാണ്, സ്വർഗം. അങ്ങനെ ഒരു വാവുണ്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. അങ്ങനെ അതും കൂട്ടി ഒരു പിടുത്തം പിടിച്ച് ഗൈസ്. പിന്നെ വാഴയില അങ്ങോട്ട് നക്കി തുടച്ച് ലാസ്റ്റ് നമുക്ക് വേണ്ടിയൊരു മീനും മീനിൻ്റെ മുള്ളും എന്താ വൃത്തി. ഇതൊക്കെയാണ് മക്കളെ ജീവിതം. അപ്പോൾ ഗൈസ്.